ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദ്യം തന്നെ പരിശുദ്ധ ദൈവമാതാവിനും സഞ്ചാരി മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജിബിൻ കെ തോമസ്. ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ വണ്ടംമേട് എന്ന സ്ഥലത്തിൽ നിന്നാണ്. 2020 ഞാൻ എൻ്റെ BSc നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഏതൊരു സാധാരണക്കാരനെയും പോലെ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു UK പോകണം, ജോലി ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ബാംഗ്ലൂരിൽ ഞാൻ എൻ്റെ ജോലി ചെയ്ത് 1.5 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ OET എക്സാം അറ്റൻഡ് ചെയ്തു. ഒരു തവണ എഴുതി എനിക്ക് കിട്ടിയില്ല. 2ാം തവണ, 3ാം തവണ, 4ാം തവണയും എനിക്ക് 2 Bയും 2 C+ എന്ന സ്കോർ മാത്രമേ വരുന്നുള്ളൂ. ഞാൻ പോകാത്ത പള്ളികളില്ല, പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനകളില്ല. അതിനുശേഷം അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ജയിച്ചു പോകുന്നു. ഞാൻ കൊച്ചിലെ തൊട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നു, CBSE പഠിച്ചു. നല്ലതായിട്ട് എനിക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാം. അപ്പോഴാണ് നോട്ട് ബൈ മെറിറ്റ്, ഒൺലി ബൈ ഗ്രേസ് എന്നുള്ളൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് ഉദിച്ചത്. ഞാൻ അതിന് ശേഷം അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ജർമ്മൻ ഭാഷ പഠിക്കാൻ ഒരവസരം കിട്ടി. ഈ ജർമ്മൻ ഭാഷ പഠിച്ചു. 1ാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ എഴുതി, എനിക്ക് 2 മൊഡ്യൂളും കിട്ടിയില്ല. അതിനുശേഷം അങ്ങനെ ഇരുന്നപ്പോൾ ഒരുപാട് പേര് എന്നോട് നേരത്തെ കൃപാസനത്തിൽ പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇവിടെ എന്തോ മന്ത്രവാദമോ കൂടോത്രം പോലെയുള്ള എന്തോ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അത് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പല ആളുകൾ പറഞ്ഞുള്ള ഇത് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അവസാനം എൻ്റെ കൂട്ടത്തിൽ പഠിച്ചവരെല്ലാവരും ഇവിടെ വന്ന് മാതാവിൻ്റെ സ്റ്റാറ്റസുകൾ ഇടുന്നതും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് ഈ ചൊവ്വാഴ്ചകളിലെ ധ്യാനമെല്ലാം അവർ സ്റ്റാറ്റസ് ഇടുന്നതും കണ്ട് അതിൽ പ്രചോദിതനായി എൻ്റെ 4 പ്രാവശ്യം OET ഓൾറെഡി ഞാൻ ഫെയിലായി. അത് കഴിഞ്ഞപ്പോൾ ജർമ്മനും ഇതുപോലെ തന്നെയാണെങ്കിൽ ഞാൻ വെറും ഒരു മണ്ടനാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എൻ്റെ കുടുംബത്തിനും എൻ്റെ നാട്ടുകാരോട് ഞാൻ എന്ത് പറയും, ഇതുവരെ അവനെങ്ങും പോകാറായില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരുന്നത്. അവർ നോക്കുമ്പോൾ നമ്മളിങ്ങനെ പരീക്ഷ എഴുതുന്നു, വീണ്ടും തോറ്റു പോകുന്നു, വീണ്ടും അടുത്ത പരീക്ഷയ്ക്ക് പോകുന്നു. അങ്ങനെ ഇരുന്ന് 2ാമത്തെ പ്രാവശ്യം എൻ്റെ ജർമ്മൻ്റെ ഡേറ്റ് എടുത്തിട്ട് ടെൽക്ക് എക്സാമാണ്. അത് എന്ന് പറയുമ്പോൾ സ്പീക്കിംഗ് ഒരു മൊഡ്യൂളും റീഡിങ്, റൈറ്റിങ്, ലിസണിങ് എല്ലാം അത് ഒരു മൊഡ്യൂളുമാണ്. അപ്പോൾ 2ാമത്തെ പ്രാവശ്യമായപ്പോൾ ഞാനും എൻ്റെ മമ്മിയും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അച്ഛൻ ജോസഫ് അച്ഛൻ നമ്മളോട് പറയുന്നത് എത്ര അർത്ഥവത്താണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. ഈ മണ്ണിൽ കാല് ചുവട്ടിയിട്ടുള്ളവർ ആരും അനുഗ്രഹം മേടിക്കാതെ ഇവിടുന്ന് പോവുകയില്ല. ഇന്നല്ലേ നാളെ നിൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെടും. പരിശുദ്ധ ദൈവമാതാവ് കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞു തീർന്നു പോയപ്പോൾ ദൈവം ആ കുടുംബത്തിൻ്റെ വിഷമം കണ്ടറിഞ്ഞ് ആ വെള്ളത്തെ വീഞ്ഞാക്കിയവനാണ്. ആ കർത്താവായ യേശുവിൽ ഞാൻ വിശ്വസിച്ച് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു പോയി. എനിക്ക് 2 മൊഡ്യൂളും എനിക്ക് ഈസി ആയിരുന്നു. പക്ഷേ എനിക്ക് അതിൽ 1 മൊഡ്യൂൾ മാത്രമേ പാസ്സാകാൻ സാധിച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ എന്തെങ്കിലും ഒരു കുറവായിരിക്കും. കാരണം ഞാൻ കൊച്ചുനാൾ മുതൽ എൻ്റെ പള്ളിയിലെ എല്ലാ ശുശ്രൂഷകളിലും പങ്കെടുക്കുകയും അത് കഴിഞ്ഞ് 10ാം ക്ലാസ് പഠനത്തോടെ ഞാൻ എൻ്റെ പള്ളിയിലെ കപ്പിയാരാവുകയും ഇപ്പോഴും ഞാൻ ആ ജോലി ഞാൻ പൂർണ്ണമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ശുശ്രൂഷകളിലും പങ്കെടുത്തിട്ടും ദൈവം എന്തുകൊണ്ട് എനിക്കൊരു നല്ല ജീവിതം തന്നില്ല എന്നൊരു പരാതി എൻ്റെ മനസ്സിനുള്ളിലുള്ളിലുണ്ട്. കാരണം എൻ്റെ കൂട്ടുകാരെല്ലാവരും രക്ഷപ്പെട്ടു. കൂട്ടുകാരെല്ലാം വലിയ വലിയ കാറ് മേടിക്കുന്നു, വീട് വെക്കുന്നു, അത് മേടിക്കുന്നു, ഇത് മേടിക്കുന്നു. നമുക്ക് നേരം എന്തു പറഞ്ഞാലും മനുഷ്യനല്ലേ, നമുക്കും ഒരു അസൂയ തോന്നും, സ്വാഭാവികം. പക്ഷേ ഞാനും അങ്ങനെ ആഗ്രഹിച്ചു. എന്നാലും എൻ്റെ ദൈവം ഒരിക്കലും എന്നെ കൈവിടുകയില്ല. എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് 2ാമത് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കാൻ സെപ്റ്റംബർ മാസം 18ാം തീയതി എൻ്റെ പരീക്ഷ ഞാൻ എൻ്റെ വേറെ ഒരു സെൻട്രൽ ഇതെടുത്തു, ഡൽഹിയിൽ. അപ്പോൾ ആ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അച്ഛൻ പറഞ്ഞ പോലെ ഞാനിവിടെ നിന്ന് കൊണ്ടുപോയ ഉടമ്പടി ഉപ്പും മാതാവിൻ്റെ എണ്ണ എടുത്ത് ഞാൻ എൻ്റെ നെറ്റിയിൽ പുരട്ടി ഉടമ്പടി ഉപ്പ് കുറച്ച് എൻ്റെ പോക്കറ്റിലിട്ട് ഞാൻ അകത്ത് കയറി. അവിടെയെല്ലാം ഞാൻ ആ സെൻറ്ററിനകത്തെല്ലാം ഞാൻ വിതറി. ഭാഗ്യമെന്നോ ദൈവ കരുണയെന്നോ പരിശുദ്ധ സഞ്ചാരി മാതാവിൻ്റെ ഒരു പ്രത്യേക കരുതൽ. എൻ്റെ കൂടെ എഴുതിയ 3-4 പിള്ളേരുണ്ടായിരുന്നു.
അവരെല്ലാവരും 1 മാർക്കിനും 2 മാർക്കിനും തോറ്റുപോയി. അപ്പോൾ ജയിക്കേണ്ട മാർക്കായ 45 മാർക്കിൽ എനിക്ക് 47 മാർക്കും തന്ന് പരിശുദ്ധ ദൈവമാതാവ് എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ അതെല്ലാം ക്ലിയറായി, എക്സാം പാസ്സായി. അന്നേരം ഞങ്ങൾ ഓർത്തു ഇന്ന് പോകാം നാളെ പോകാം എന്നുള്ളൊരു പ്രതീക്ഷയിലിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആയ കാര്യം ഞങ്ങൾ അറിയുന്നത്. അത് എക്സ്പയർഡായിട്ട് 1 വർഷമായി. ഞാൻ സമീപിക്കാത്ത ഏജൻസികളില്ല. എല്ലാ ഏജൻസികളും പറയുന്നു അവർക്ക് 25,000 രൂപ വേണം, 30,000 രൂപ വേണം. പക്ഷെ നമുക്കൊന്നും വിശ്വസിക്കാൻ മേല. അവസാനം എല്ലാവരും വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഞാനും വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പപ്പ പറഞ്ഞടാ ഇതില്ലാതെ പോകണ്ട, നമുക്ക് എങ്ങനാലും ഒന്ന് സമീപിച്ച് നോക്കാമെന്ന് പറഞ്ഞ് ഒരാളുടെ നമ്പർ കിട്ടി. അയാളെ വിളിച്ചു. ഞങ്ങൾ എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്തു. 1 ദിവസമായി, 2 ദിവസമായി, ഒരാഴ്ചയായി. പുള്ളി ഒരാഴ്ച സമയം പറഞ്ഞു. എനിക്ക് നടന്നു കിട്ടിയില്ല. 2 ആഴ്ചയായി. 3-ാമത്തെ ആഴ്ചയായപ്പോൾ ഞങ്ങൾക്ക് പേടിയായി. ഇതെൻ്റെ സർട്ടിഫിക്കറ്റാണ്, എൻ്റെ ജീവിതം അതിനകത്താണ്, ഇനി എനിക്കിങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ പപ്പായും മമ്മിയും പറഞ്ഞതനുസരിച്ച് ദൈവമാതാവിൽ വിശ്വസിച്ച് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ആ ഏജൻറ്റ് വേറെ ഒരു ഏജൻറ്റിൻ്റെ കയ്യിലേക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നു. ഞാനത് അവിടെ ചെന്ന് കൈപ്പറ്റി. നിങ്ങൾക്കറിയാമല്ലോ, ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പയർഡ് ആയിപ്പോയെങ്കിൽ അതിന് കാലതാമസമുണ്ട് അത് പുതുക്കാൻ. 2 മാസം 3 മാസം ഒക്കെ സമയമെടുക്കും. ഇവിടെ അച്ഛൻ നമ്മുടെ ഉടമ്പടി പുതുക്കുമ്പോൾ ഒരു സാക്ഷ്യം പറയുന്നത് ഞാൻ അപ്പോൾ ഓർത്തു. ഒരമ്മ തൻ്റെ മകൾക്ക് വേണ്ടി മകളുടെ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആവുന്ന വിദേശത്തൊരു ജോലിക്ക് പോകണം. അന്നേരം കൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയി ഉപ്പ് വിതറിയ കാര്യം ഞാൻ അന്നേരം ഓർത്തു. അപ്പോൾ ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയപ്പോൾ എൻ്റെ പെങ്ങൾ എൻ്റെ കയ്യിൽ എടുത്ത് തന്നിരുന്നു പ്രത്യേകമായി എണ്ണയും ഉപ്പും. ഞാനതിൽ കുറച്ച് ഉപ്പെടുത്ത് ഞാൻ അതിൻ്റെ ആ ഗേറ്റിൻ്റെ സൈഡ് വഴി കൊണ്ടിട്ടു. കാരണം അതിനകത്തോട്ട് കയറണമെങ്കിൽ 1 മാസം അല്ലെ 2 മാസം മുമ്പ് നമ്മൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ എടുത്ത് ആ ലെറ്റർ കാണിച്ചാൽ മാത്രമേ നമ്മളെ സെക്യൂരിറ്റി അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. പരിശുദ്ധ ദൈവമാതാവ്, സഞ്ചാരി മാതാവിൻ്റെ ഒരു പ്രത്യേക കരുതലും സംരക്ഷണവും അന്നേരം ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഉടമ്പടി ജീവിതത്തിലൂടെ ആണ് എനിക്കിത് ലഭിച്ചതെന്ന് ഞാൻ ഈ അൽത്താര മുമ്പിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മുമ്പിൽ ഞാൻ പറയുകയാണ്. എനിക്ക് അന്നത്തെ ദിവസം തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്ത് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ സൈനും സീലും അടിച്ച് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കും. ഞാൻ തിരിച്ച് വണ്ടി കയറുമ്പോൾ ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. അങ്ങനെ എൻ്റെ വിസയുടെ പ്രോസസ്സിങ്ങുകളെല്ലാം നടന്നു. വിസ കിട്ടി. എൻ്റെ ഒരു കൂട്ടുകാരൻ വൈദികനാവുകയായിരുന്നു. ഞാൻ ഓർത്തു പെട്ടെന്ന് ടിക്കറ്റ് കിട്ടിയാൽ എനിക്ക് അവൻ്റെ പട്ടത്തിനും കൂടാൻ പറ്റുകയില്ല. ആദ്യത്തെ കുർബാന ചൊല്ലുന്നതും കാണാൻ പറ്റുകയില്ല. ഇങ്ങനെയൊരു വിഷമം ഉള്ളിലുള്ള ഞാൻ ആരോടും പറഞ്ഞില്ല. ഈ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു എൻ്റെ കൂട്ടുകാരൻ്റെ പട്ടം. ഞായറാഴ്ച പുത്തൻ കുർബാന. ഈ കുർബാനയും കൂടി തിങ്കളാഴ്ച കർത്താവിൻ്റെ മാമോദിസയാണ്. ആ ദിവസം പ്രത്യേകമായി ഞാൻ ഓർത്തു, ഞാൻ ഈ അച്ഛന് വേണ്ടി, ഫാദർ വർഗീസ് എന്നാണ് അച്ഛൻ്റെ പേര്, പുതിയതായിട്ട് ഇടുക്കി ജില്ലയിലെ വണ്ടമ്മേട് പള്ളിയിൽ എന്നുള്ള ഒരു ബദനി അച്ഛനാണ്. അച്ഛന് വേണ്ടി ഒരു ധൂവക്കുറ്റി വീശണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഓർത്തു ഇനി ബാക്കിയുള്ളവരുടെ എല്ലാം പട്ടവും പുത്തൻ കുർബാനയും കഴിഞ്ഞല്ലേ തിരിച്ച് എൻ്റെ പള്ളിയിൽ വരുവുള്ളൂ എന്ന് തോന്നി. ഞങ്ങളുടെ പള്ളി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഞാൻ എൻ്റെ മാതാവിനോട് ഒരു നിയോഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എത്രയും വേഗം തീരണം. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഞങ്ങളുടെ പണി നിന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വേറെ തൊട്ടടുത്തുള്ള ചേറ്റുവഴി പള്ളി വെച്ചായിരുന്നു ഞങ്ങൾ ഇത് നടത്തിയത് പുത്തൻ കുർബാന. അപ്പോൾ ഭാഗ്യമെന്നോണം കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഞാനും മമ്മിയും പെങ്ങളും പള്ളി ചെല്ലുന്നു. അച്ഛനവിടെ കുർബാനയെല്ലാം വരുന്നു. അച്ഛന് വേണ്ടി ആ കുർബാനയിൽ ശുശ്രൂഷകനായിട്ട് ഞാൻ ധൂവക്കുറ്റി വീശുന്നു. അതൊരു വലിയ അത്ഭുതം എന്നോണം പറയാം. മെയിനായിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കാം. അടുത്ത 15-ാം തീയതി, വരുന്ന 15-ാം തീയതി എൻ്റെ ഫ്ലൈറ്റാണ് ജർമ്മനി ബെർലിനിലേക്കുള്ള. പരിശുദ്ധ ദൈവമാതാവ് ഇത്രത്തോളം ഞങ്ങളെ കരുതി. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന ഓരോരുത്തരും പ്രത്യേകമായി ഓർക്കുക, ഉടമ്പടി ജീവിതത്തിലൂടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ മാതാവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അതിൽ ഉറച്ച് വിശ്വാസത്തോടെ ഞാനിരിക്കുന്നു. ഞാനിത് ഒരുപാട് പേരോട് പറയുകയും ചെയ്തു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടു. അങ്ങനെ ഈ വരുന്ന 15-ാം തീയതി ഞാൻ ബെർലിനിലേക്ക് പോവുകയാണ്.
ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധമ്മയ്ക്ക് തിരുക്കുമാരന് നന്ദി പറയാൻ വലിയൊരു സാക്ഷ്യമാണ് ജീവനിവിടെ പറഞ്ഞത്. ജീവൻ്റെ ജീവിതത്തിൽ പലതവണ പരാജയപ്പെട്ടു പോയെന്ന് തോന്നിയ സമയങ്ങളിലൊക്കെ ഞാൻ പരിചയപ്പെടുത്തി പറഞ്ഞു, ഞാൻ 10ാം ക്ലാസ് മുതൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാണ്, ഇപ്പോഴും ദേവാലയത്തിലെ കപ്പ്യാറായിട്ട് ജോലി ചെയ്യണം. അപ്പോൾ എല്ലാ ദിവസവും ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്, കർത്താവെ നിന്നോട് കൂടെ ഇത്ര നാളായിട്ടും എന്തുകൊണ്ടാണ് എനിക്കൊന്നും കിട്ടാത്തതെന്നുള്ളത്. പക്ഷേ എങ്കിലും പരിശുദ്ധമ്മയുടെ വലിയ മാധ്യസ്ഥം തേടി പറഞ്ഞു, ഈ മണ്ണിൽ കാല് കുത്തിയാൽ അനുഗ്രഹം പ്രാപിക്കാതെ പോവുകയില്ല എന്ന് ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അത് അതേപടി അന്വർത്ഥമാകുന്ന രീതിയിൽ ഈ മകൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ മകൻ ജർമ്മനിക്ക് പോകുന്നു. നമുക്കറിയാം ജർമ്മൻ B1 B2 ഒക്കെ ഒരുപാട് കുട്ടികൾ ട്രൈ ചെയ്യുന്നതാണ്. ഒത്തിരി ഹാർഡായിട്ടുള്ള ഒരു എക്സാമാണത്. പലപ്പോഴും എല്ലാവരും അത് ക്ലിയർ ചെയ്യാറില്ല. ഓരോ തവണ നമുക്ക് ഓരോ വിഷയം പോകുമ്പോഴും ഇത്രയും രൂപ 10,000-15,000 രൂപയോളം കെട്ടിവെച്ചാണ് ഓരോ തവണയും പരീക്ഷ എഴുതാൻ ഓരോ സബ്ജക്റ്റിനും. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ ഓർത്തുകൊള്ളുക, സാമ്പത്തികമായിട്ടുള്ള ഭാരങ്ങളുണ്ടാകും, അതുകൂടാതെ തന്നെ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാകും, പ്രഷറുണ്ടാകും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഉടമ്പടി ഒപ്പിട്ട് പ്രാർത്ഥിച്ചു ചെന്നുമ്പോൾ തന്നെ പറയണത് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പോയി, പക്ഷേ എന്നെ മാതാവ് കൃത്യമായിട്ട് അതിൽ നിന്നും കരകയറ്റി. അതാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ തളർന്നു പോകുമ്പോൾ, നമ്മൾ തകർന്നു പോകുമ്പോൾ അമ്മയുടെ നീലങ്കിയുടെ ഒരു സംരക്ഷണം നമുക്ക് വരും. അമ്മയോട് നീലങ്കി കൊണ്ട് അമ്മേനെ ഒന്ന് പൊതിയണമേ എന്ന് നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ അമ്മയുടെ ആ സംരക്ഷണം നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞു നിർത്തും. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹത്തിന് ജീവൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഇനിയും ഉണ്ടാകട്ടെ. ഒത്തിരി അമ്മ മാതാവിനെയും ഈശോയൊക്കെ പ്രകീർത്തിക്കുവാനുള്ള സാഹചര്യങ്ങളായിട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.